എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഇതിന് ഓവൻ്റെ ആവശ്യമില്ല, ബീറ്റിംഗ് മെഷീൻ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. സിമ്പിൾ റെസിപ്പിയാണ്. ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം. നമ്മൾ ഒരു ബൗൾ എടുക്കുക, 4 മുട്ടയ്ക്കുള്ള ചെരുവയുടെ ഒരു റെസിപ്പിയാണ് പറയുന്നത്. 4 മുട്ട എടുക്കുക, അത് ബൗളിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/4 കപ്പ്, ഈ ഒരു കപ്പിന് 1/4 കപ്പ് പഞ്ചസാര നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണേ. മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കുക, നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ പഞ്ചസാര നമുക്ക് ഈ ഒരു 4 മുട്ടയിട്ട് ഇളക്കി വെച്ചിട്ടില്ലേ, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പെതുക്കെ ഇത് യോജിപ്പിച്ചെടുക്കുക. ഇത് ബൗൾ ചെറുതായിരുന്നു, അപ്പം നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. ഇത് നല്ലതായിട്ട് പെതുക്കെ താഴെ പോകാതെ പെതുക്കെ ഇത് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത്ര സാധനം യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബൗൾ മാറ്റി വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, മറ്റേ ചെറിയ പാത്രം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിലോട്ടിട്ടു നമുക്ക് തവിയോ അല്ല തേണ്ടി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഐറ്റം ഇതുകൊണ്ട് നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ. എൻ്റെ ബീറ്റിംഗ് മെഷീൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് സാധാരണക്കാർക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത്. തവിയോ സൈഡ് ഞാൻ തവിയും വെച്ചിട്ടുണ്ട്. തവിയും ഈ ഒരു മെഷീനൊക്കെ, ഇത് മെഷീനല്ല കേട്ടോ, അറിയാമല്ലോ ഈ സാധനം. ഇത് വെച്ച് നല്ലതായിട്ട് കറക്കി കഴിഞ്ഞാൽ ഇത് നല്ലതായിട്ട് പതപ്പിച്ചെടുക്കുക. ഇതാണ് അത് പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ഉദ്ദേശം. ഇത് നല്ലതായിട്ട് പതപ്പിച്ചെടുക്കുക. ഈ ഒരു സാധനം, ഇതിന്റെ പേര് എനിക്കറിയത്തില്ല. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പതിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് മൈദയാണ്. മൈദ നമുക്ക് അരിപ്പയ്ക്കകത്ത് വെച്ച് അരിച്ചിട്ടെടുത്താൽ മതി. എന്തെങ്കിലും പൊടിയോ വല്ലതും ഉണ്ടെങ്കിൽ അരിച്ചിട്ടെടുത്താൽ മതി. അപ്പം എന്നിട്ട് അതുകൂടി ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പം 1/4 കപ്പ് മൈദയാണ്, 4 മുട്ട, 1/4 കപ്പ് പഞ്ചസാര പൊടി, നമ്മൾ പൊടിച്ചത് പൊടി, അതിൻ്റെ കൂടെ എന്നിട്ട് ജാറി വെച്ച് അരച്ചതിന് ശേഷം നമുക്ക് 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് കുറുക്കി ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് എന്തുമാത്രം മിക്സ് ആക്കാമോ അത്രയും മിക്സ് ആക്കി എടുക്കുക. നമുക്കിപ്പോൾ മെഷീൻ ഒന്നും കയ്യില്ലാത്തതായതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് ഇത് വീട്ടിൽ തന്നെ ചെയ്യാം. ഇതൊരു അരമണിക്കൂർ കുക്കിംഗ് പരിപാടിയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി കേക്ക് നമ്മുടെ കൈക്ക് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഇതുപോലെ വീഡിയോ റെസിപ്പി ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അല്ലെ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് കണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പം നല്ലതായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതി. അപ്പം നമ്മൾ 1/4 കപ്പ് മൈദയൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം അതിന് റേഷ്യോ ആയിട്ടുള്ള ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് അത് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിംഗ് ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇത്. നമുക്ക് തവിയും കൊണ്ട് ചെയ്യാൻ നേരം അറിയാമല്ലോ, അതുപോലെ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഏത് സാധാരണക്കാർക്കും ഉണ്ടാക്കാം കേട്ടോ, അല്ലാതെ. എന്നിട്ട് നമ്മളിത് വാനില എസൻസ് ഞാനൊരു 1/2 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ്, സ്പൂണല്ല. ടീസ്പൂൺ ചെറുതാണ്, അറിയാമല്ലോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ആക്കുക. എന്തുമാത്രം മിക്സ് ആക്കുക, നമ്മൾ ഇത്ര സാധനം ഒഴിച്ചിട്ട് നമ്മൾ പതപ്പിച്ചുകൊണ്ടിരിക്കുക കണ്ടോ. നമ്മൾ ഇതുപോലെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ നല്ലതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ബീറ്റിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ, ഞാൻ സാധാരണക്കാർക്ക് കൂടി ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 1/4 ടീസ്പൂണ് ഉപ്പ്, നമ്മൾ അത്രയും പഞ്ചസാര ചേർത്തില്ല, 1/4 കപ്പ് പഞ്ചസാര ചേർത്തപ്പോൾ അതിനോട് റേഷ്യോ ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. അത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പിശുക്കും കാണിക്കല്ലേ. അപ്പം നെയ്യും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും നെയ്യും കൂട്ടിയിട്ട് നല്ലതായിട്ട് ഇതിനകത്തേക്ക് യോജിപ്പിച്ച് മിക്സ് ആക്കി എടുക്കുക. ഇളക്കാണ് പ്രധാനം കേട്ടോ. ഇതുപോലെ ഇളക്കിയെടുക്കുക. നമ്മുടെ വേറെ ഒരു മെഷീൻ്റെ ഉപകരണങ്ങൾ നമ്മളിലില്ല. നമ്മളത് തവിയോ ഇങ്ങനെയൊക്കെയുള്ള വെച്ചത് മാത്രം ഇട്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ഏത് സാധാരണക്കാർക്കും ഉണ്ടാക്കാം. ഞാനൊരു സാധാരണക്കാരനാണ്, അതുകൊണ്ട് എൻ്റെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് സാധാരണ രീതി ഞാൻ കുക്ക് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കുന്നത്. അപ്പം ആർക്കും ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ കുക്ക് ചെയ്തിട്ട് പിള്ളേർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. 1/2 മണിക്കൂർ മെനക്കെട്ടാൽ മതി. എന്നിട്ട് ഞാൻ ഈ ഒരു പാത്രം ഞാനൊരു പ്ലേറ്റ് എടുത്ത് ചെറിയ പ്ലേറ്റിനകത്തോട്ട് താഴെ ഒരു നമ്മുടെ
ഇച്ചിരി നെയ്യ് ആ പാത്രത്തിന് താഴെ താഴെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മണ്ടയ്ക്ക് ബട്ടർ പേപ്പറും ഇട്ടിട്ട് സൈഡിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാനത് ആ ഒരു നമ്മുടെ മിക്സാക്കി വെച്ചേക്കുന്ന അത്ര ഐറ്റം ഞാൻ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പൊ നമ്മുടെ കുക്കറിനകത്ത് വെക്കല്ലേ. കുക്കറിനകത്ത് വെക്കുവാണെങ്കിൽ കുക്കറിനകത്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? ഞാനിത് വെക്കുന്ന ഇത്ര ഒരു പാനിൻ്റെ അകത്ത് കേട്ടോ. പാനിൻ്റെ വെച്ചിട്ട് ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഓയിൽ ഒഴിച്ചു. ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടായി വരണം. ഓയിലൊന്ന് ചൂടായി വന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് മുകളിലേക്ക് ഒരു ഒരു ചെറിയൊരു കുഴിയിൽ വെച്ചിട്ടുണ്ട്. കുഴിയിൽ വെച്ചു. അതിന് മണ്ടയ്ക്കോട്ട് ഞാൻ ഈ ഒരു പാത്രം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കേക്കിന്റെ മിക്സ് കൂട്ട് ഒഴിച്ച പാത്രവും അതിന് മുകളിലോട്ട് വെച്ചു. കണ്ടോ, എല്ലാം ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിരുന്നുണ്ട്. ഞാൻ ഓയിൽ ഒഴിക്കുക എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം വെച്ചാൽ പെട്ടെന്ന് ഇത് പറ്റിപ്പോവും. അപ്പൊ നമ്മൾ ഇത് വെക്കാൻ നേരം ഉറപ്പായിട്ടും ഒരു 30 മിനിറ്റ് അല്ല 35 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലേ വെക്കാവൂ കേട്ടോ. ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള പാത്രമാകുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെല്ലാം ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ കേക്ക് ഇത് ആവിയിൽ വെന്ത് പൊങ്ങി വരുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് ഏകദേശം ഒരു 10-25 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണേ. ഒരു 25-20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നോക്കണം എന്താ പരുവെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു സ്പൂൺ വെച്ചോ ഒരു ഫോർക്ക് വെച്ചോ കുത്തി നോക്കണം കേട്ടോ, എന്തോ നോക്കണേ. അപ്പൊ നമ്മുടെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നതെല്ലാം കാണിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ, കത്തിയും കൊണ്ട് വെക്കാൻ നേരം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കണ്ടോ കട്ട് ചെയ്യാൻ നമ്മൾ മുറിച്ചെടുക്കാൻ പറ്റും. നല്ല വെറും സോഫ്റ്റ് ഐറ്റമാണ്. അപ്പം ഇത് അരമണിക്കൂർ മെനക്കെട്ടാൽ മാത്രം മതി. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് നിർത്തിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുത്താൽ മതി കേട്ടോ. കട്ട് ചെയ്യാനായിട്ട് എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം കിട്ടും. അപ്പം കേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാവരും ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത റെസിപ്പിയായിട്ട് നമ്മൾ പിന്നെയും വരുന്നതാണ്. ഞാൻ കട്ട് ചെയ്ത് പിന്നെയും കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു കേക്കിന്റെ സോഫ്റ്റ്നെസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ ചെലവുകളോ ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ കേക്കാണ്, ആർക്കും ഉണ്ടാക്കാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഞാൻ തമ്പനയിൽ അതിട്ടേക്കുന്ന ഈ ഒരു മുറിച്ച് വെച്ചേക്കുന്ന ഈ ഒരു പടമാണ് തമ്പനയിൽ അതിട്ടേക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കണ്ടോ, നമ്മുടെ ചായയിലൂടെയും കാപ്പിയിലൂടെയും ഒക്കെ നല്ല കഴിക്കാൻ ഈവനിങ് സ്നാക്സോ അല്ല മോർണിംഗോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഉറപ്പായിട്ടും വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇത് ഉറപ്പായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. ഒരു 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ചിലപ്പോൾ ഇത് പെട്ടെന്ന് ആവി ചിലപ്പം വെന്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളൊന്ന് പാത്രം തുറന്നു നോക്കിയിട്ട് ജസ്റ്റ് ഒന്നൊരു സ്പൂൺ വെച്ചോ ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് കുത്തി നോക്കണം എന്തുവാ ഇതിന്റെ പരുവ് എന്തുവാ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒത്തിരി ഇത് ആവി കൊണ്ട് ഇത് കരിഞ്ഞു പോകുന്ന രീതിയിലോട്ടൊന്നും ആക്കല്ലേ. നമ്മൾ എപ്പോഴും ശ്രദ്ധ വേണം ഇത് ചെയ്യാൻ നേരം. അപ്പം മാക്സിമം ഒരു 35 മിനിറ്റ് മതി. അതിനുള്ളിലും ചിലപ്പം നല്ലതായിട്ട് വെന്ത് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അത് ശ്രദ്ധിച്ചു വേണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.